വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഇപ്പം നമ്മളിരിക്കുന്നത് 1980 എന്ന് പറയുന്ന ഒരു നൊസ്റ്റാൾജിക് റെസ്റ്റോറൻ്റാണ്. അത് താങ്കളുടെ ഉടമസ്ഥയിലുള്ളതാണ്. മീൻസ് താങ്കൾ വളരെ സ്നേഹപൂർവ്വം നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ വെച്ചിട്ട് വേണം ആ ചോദ്യം എന്നുള്ളതുകൊണ്ടാണ്. എന്തൊക്കെയാണ് അബു സലീമിൻ്റെ ആഹാരശീലം? ഇങ്ങനെ ഈ 68ാമത്തെ വയസ്സിലും ഇങ്ങനെ വടിപത്ത ആഹാര ശരീരപ്രകൃതിക്കുള്ള കാരണം ഈ ആഹാരങ്ങൾ എങ്ങനെയാണ്? ഞാൻ ശരിക്കും പിന്നെ ഒരു സപ്ലിമെൻ്ററി ഫുഡോ ഇതൊന്നും കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. സാധാരണ നമ്മുടെ നാടൻ ഭക്ഷണങ്ങളാണ് ഞാൻ കൂടുതൽ കഴിക്കല്. അത് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും. എന്തൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്? ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ നമ്മൾ കഴിക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങനെയുള്ളതൊക്കെ തന്നെയാണ്. പുട്ട്, പിന്നെ അല്ലെങ്കിൽ ദോശ, പിന്നെ ഇഡ്ഡലി, അല്ലെങ്കിൽ പിന്നെ വെള്ളപ്പം, ചപ്പാത്തി ഉണ്ടാകുമല്ലേ, വെള്ളപ്പം, പിന്നെ പത്തിരികൾ ഐറ്റംസ്, അത് മാറി മാറി അങ്ങനെ ഉണ്ടാക്കല്. പിന്നെ മുട്ട, അതിൽ നിർബന്ധമായിട്ട് കഴിക്കുന്നത് മുട്ട, പഴം, അതുപോലെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും. ശരിക്കും ഭക്ഷണത്തിൻ്റെ രീതി ഞാൻ പറയുന്നത്, ഉച്ചയ്ക്ക് ഒരു മീഡിയം വിശപ്പ് മാറിക്കഴിഞ്ഞാൽ ഭക്ഷണം നിർത്തണം എന്നുള്ളതാണ്. അപ്പോൾ ചോറ് കുറവ്, ബാക്കിയുള്ള കറികൾ, മറ്റേ ഐറ്റംസ് അങ്ങനെ രൂപത്തിൽ. അത് കഴിഞ്ഞാൽ പിന്നെ നൈറ്റ് ഫുഡ് വളരെ ലൈറ്റ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ഫിറ്റ്നസ് അല്ലെങ്കിൽ ശരീരത്തിന് നല്ല ബാലൻസ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ. നമ്മൾ റെസ്റ്റോറൻറ്റ് ഫീൽഡിലേക്ക് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനാണ് പിന്നെ അത് തുടങ്ങി വെച്ചത്. വയനാട് ആദ്യം തുടങ്ങി 12 വർഷം കഴിഞ്ഞു. അപ്പോൾ അത് ഒരു പഴയ ഒരു വീട് റിനോവേറ്റ് ചെയ്ത് അതിലാണ് തുടങ്ങിയത്, ഒരു നൊസ്റ്റാൾജിക് ഫീൽഡ്. 1980s എന്നുള്ള പേര് വിട്ട് 80s നമ്മുടെ ലോകത്ത് തന്നെ പല പരിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളതും നമ്മുടെ ജീവിതത്തിലെ പല അച്ചീവ്മെൻറ്റ്സും 80s. അപ്പോൾ അതുകൊണ്ടാണ് 1980s എന്നുള്ള പേരിട്ടത്. ഭക്ഷണം നമുക്കതിൽ അവന് മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലർപ്പും മായങ്ങളൊന്നും ഇല്ലാത്ത നല്ല ഭക്ഷണങ്ങൾ, അത് നമ്മുടെ റീസണബിൾ റേറ്റ്, മിതമായ റേറ്റിൽ എല്ലാവർക്കും കഴിക്കാവുന്ന രൂപത്തിൽ രുചികരമായ ഭക്ഷണം. അത് എന്താ പറയണ്ടത്, ഞാൻ പറഞ്ഞില്ലേ, ഈ കളർ ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ, മടുക്കാൻ വേണ്ടി വേറെ സാധനം ഉപയോഗിക്കുക, ടേസ്റ്റിന് വേണ്ടി വേറെ സാധനങ്ങൾ, അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതെ നാച്ചുറലായിട്ടുള്ള അത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ഉദ്ദേശത്തോടെയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയത്. അത് വളരെ വലിയ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതെ അതെ. ഇപ്പോൾ കോഴിക്കോട് കഴിഞ്ഞിട്ട് 2 വർഷമായിട്ടുള്ളൂ. വലിയങ്ങാടി അല്ലേ? വലിയങ്ങാടിയല്ലേ. അപ്പം ഈ ബിൽഡിംഗ് അങ്ങനെ എടുത്താണോ വാടക? ഇത് പഴയ കാലത്തുള്ള ബിൽഡിങ്ങായത്. പഴയ പാണ്ഡികശാലയാണ്. അതിനുശേഷം പിന്നെ കൊപ്രക്കളായി മാറി. അത് പിന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്തിട്ടാണ് ഇത് 20 അല്ലല്ല, ഇത് ഓണേഴ്സ് വേറെയാണ്. അപ്പം ഇതിപ്പോൾ നമ്മൾ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കോഴിക്കോടായതുകൊണ്ട് ഫിഷിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള കോഴിക്കോടൻ രീതിയിലുള്ള ആ ഭക്ഷണമുണ്ട്. പിന്നെ എല്ലാ പത്തിരി ഐറ്റംസ്, അതുപോലെ തന്നെ പിന്നെ നെയ്ച്ചോറ്, ബിരിയാണികളെല്ലാം, മട്ടൺ, ബീഫ്, ഫിഷ്, ചിക്കന്, എല്ലാ ബിരിയാണികളുണ്ട്. പിന്നെ വെറൈറ്റി മീൻ കറികൾ, മീൻ പൊരിച്ചത്, പലതരത്തിലുള്ള മീൻ പൊരിച്ചത്, അങ്ങനെയുള്ള വെറൈറ്റി എല്ലാ ഫിഷുണ്ട്, ഫിഷും മീറ്റുണ്ട്, എല്ലാം ഉണ്ട്. എല്ലാ ഭക്ഷണങ്ങളും നാടൻ ഭക്ഷണങ്ങളും. നമ്മളല്ലാതെ വേറെ ചൈനീസ്, അറേബിക് ഫുഡ് അങ്ങനെയുള്ള പരിപാടിയില്ല. ഈ കോഴിക്കോട് പൊതുവെ ഈ ഭക്ഷണ പ്രിയരാണ്, അല്ലെങ്കിൽ നല്ല ഭക്ഷണങ്ങളോട് ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അതിവിടെ വന്നിട്ട് തുടങ്ങിയിട്ടുണ്ടോ, ഫീൽ ചെയ്തിട്ടുണ്ടോ? പിന്നെ അതാണ്, അത് കഴിച്ച് നന്നായി നല്ല ഭക്ഷണം കഴിച്ചു. എനിക്കിടയ്ക്ക് ഫോണിൽ വരും, ഞങ്ങൾ നിങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു, ഭക്ഷണം കഴിച്ചു നല്ലതെന്ന് പറഞ്ഞ് പലരും അറിയുന്നവരും അറിയാത്തവരൊക്കെ. അപ്പോൾ നമ്മൾ ഇതിന് വിറ്റ് കഴിഞ്ഞിട്ട് അതിനുള്ള കാശ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ മാനസികമായിട്ടൊരു സുഖം കിട്ടുക അതിലാണ്. നല്ല ഭക്ഷണം കഴിച്ചു അഭിപ്രായം പറയുമ്പോൾ. നമ്മളിപ്പോൾ ഏത് ഫംഗ്ഷൻ എവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്, നല്ല ഉഗ്രം ഫുഡായിരുന്നു എന്ന് പറയുമ്പോൾ, അപ്പം അത് പിന്നെ ഒരു എന്താ പറയേണ്ടത്, ഒരു ബിസിനസ്സിനേക്കാളുപരി അങ്ങനെയുള്ളൊരു മാനസിക സുഖവും കൂടി ഉണ്ടായില്ലേ. മകനത് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മളിപ്പോൾ വയനാട് തുടങ്ങിയിട്ട് 12 വർഷം കഴിഞ്ഞ് ഇവിടെ 2 വർഷമായി. എറണാകുളത്ത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇമ്മീഡിയറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. 2025 ഉള്ളിലായിട്ട് ആകുമ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ അത് നടക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണത്തെക്കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. എനിക്കൊന്ന് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അകത്തേക്ക് അല്ലെങ്കിൽ ആ കിച്ചണിലേക്ക് തന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് അത് വേറെ നിങ്ങളുടെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മായമില്ല മന്ത്രമില്ല. നല്ല ടാഗ്ലൈൻ, ഭയങ്കര ടാഗ്ലൈൻ. എനിക്ക് ഓപ്പൺ കിച്ചൺ ആണല്ലേ? ഓപ്പൺ കിച്ചൺ ആണ്. ആളുകൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അത് വളരെ ഇതായിട്ടാണ് അതിന്റെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതാണ് മെയിൻ കിച്ചൺ. അതെ, തേങ്ങാച്ചോറാണ്. തേങ്ങാച്ചോറ്, ബിരിയാണി റൈസ്. ഇത് ചിക്കൻ ബിരിയാണിയാ? ഇത് ചിക്കൻ ബിരിയാണി. ഇത് ബീഫ് ബിരിയാണി. ബിരിയാണി ഇവിടുത്തെ കോഴിക്കോട് കണ്ട ഒരു പ്രധാന ലൈവ് ബിരിയാണിയാണ്. ബിരിയാണിയുടെ ഒരു വലിയ ശേഖരമുണ്ട് ഇവിടെ. അതെ. പിന്നെ ബീഫ് ചേട്ടന്റെ ഒരു ഇഷ്ട ആഹാരമാണോ? പിന്നെ ആണല്ലേ? എന്റെ എന്നല്ല, എല്ലാ ആൾക്കാർക്കും മെയിനായിട്ട് വേണ്ടത് ബീഫല്ലേ? അതെ. ബീഫുണ്ട്. പിന്നെ നമ്മുടെ കുക്കിംഗ് ഏരിയ ആണ്. ഫ്രൈ അത് മീൻകറി. ഇവിടെയാണ് നമ്മുടെ ഫ്രൈ ഐറ്റംസ്. ഇവിടെ വരും അല്ലേ? ഡയറക്റ്റ് ആയിട്ട്. ചേട്ടൻ അത്യാവശ്യം പാചകമൊക്കെ ചെയ്യുമോ? അറിയാം, അത്യാവശ്യം പാചകമൊക്കെ ചെയ്യാം. പിന്നെ അറിയും. അപ്പൊ നേരത്തെ പറഞ്ഞ സമയത്ത് പാചകമൊക്കെ ചെയ്യാറുണ്ട് മറ്റേ എല്ലാ കുടുംബത്തിലും ആൾക്കാരൊക്കെ വരുമ്പോ? ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിട്ട്. ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഫിഷാണോ മീറ്റാണോ? രണ്ടും ഓക്കെ. നമുക്ക് അവിടെ ഒന്ന് ഒഴിക്കാറുണ്ട്. നമുക്ക് അവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കഴിക്കുള്ളൂ. അന്ന് ഡയറ്റിംഗ് ഒന്നുമില്ല. മറ്റേ വിക്രം അത് ഞാൻ പറഞ്ഞില്ലേ, വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ നിൽക്കല്ലേ. അതെ. അപ്പൊ ഇതൊരു സദ്യ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സദ്യയാണ്, കഴിക്കാം. ഓണത്തിന് ഇവിടെ സ്പെഷ്യൽ ആവുന്നില്ലുണ്ടാവും? ഓണത്തിന് സ്പെഷ്യല് നമ്മളിവിടെ 19 ഐറ്റം ഉണ്ട് ഫുഡ്. നല്ല തിരക്കുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതാണ് ഇതാണ് സിനിമയിൽ അഭിനയിക്കുന്ന. ശരി. എങ്ങനെ പോകുന്നു മോനെ ഇവിടുത്തെ? അപ്പം എനിക്ക് പക്ഷേ ഒരു സ്റ്റാർ പ്രോപ്പർട്ടിയാണ് അദ്ദേഹം. ഭക്ഷണത്തോടൊക്കെ ഉള്ളൊരു ഇഷ്ടം എങ്ങനെയാണ്? വീട്ടിൽ പൊതുവെ ഡാഡി ഭയങ്കര സൽക്കാരപ്രിയനാണ്. എപ്പോഴും ഗസ്റ്റ് ഉണ്ടാവും. ചെറുപ്പം മുതലേ കാണുന്നത് അത് തന്നെയല്ലേ, സൽക്കാരങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഫുഡ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള താല്പര്യത്തിൽ തന്നെയാണ് വയനാട്ടിൽ തുടങ്ങാൻ. അന്ന് വയനാട്ടിൽ കുറേ ടൂറിസ്റ്റുകളും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ട്രാവലേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് നാടൻ ട്രഡീഷണൽ നമ്മളെ ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ കുറവായിരുന്നു വയനാട്ടിൽ. അപ്പോൾ ആ സമയത്ത് ട്രഡീഷണൽ നാടൻ നമ്മളെ കേരളീയ നോർത്തേൺ കേരള ടൈപ്പ് ഫുഡ് കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സക്സസ്ഫുൾ ആവാൻ പറ്റി. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ട്രാവലേഴ്സ് വന്ന് കഴിച്ച് വയനാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ തിരക്കി വരുന്നുണ്ട്. ആളുകൾ അതൊരു ഫുഡ് സ്പോട്ടായി മാറി, ഐറ്റ്നറിയുടെ പാർട്ടായി, വയനാട് ടൂറിൻ്റെ ഒരു പാർട്ടായി മാറി. കോഴിക്കോട് നല്ല റെസ്പോൺസാണ്. കോഴിക്കോട് മാർക്കറ്റിൽ ഒരു പേരുണ്ടാക്കാൻ പറ്റിയ ഇതുപോലത്തെ ഒരു ഫുഡിന്റെ സ്ഥലത്ത് അവര് ഭയങ്കര ഫുഡിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ. പ്രത്യേകിച്ച് നാടൻ ഭക്ഷണം വീടുകളിൽ ഉണ്ടാവുന്ന ഭക്ഷണത്തിന് നമ്മൾ ആ ഒരു ക്വാളിറ്റിയിൽ കൊടുക്കാതെ നമുക്കൊരു സക്സസ്ഫുൾ ഗൃഹാതുരത്വം ഒരു പ്രധാനമാണല്ലോ അച്ഛനും. പൊതുവെ ട്രഡീഷണൽ ആർക്കിടെക്ചറിനോടൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഈ സ്പോട്ട് എങ്ങനെ കണ്ടുപിടിച്ച ഇങ്ങനെ സ്ഥലം? ഇത് വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ മുകളിലത്തെ സ്പേസ് നോക്കാൻ വന്നപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പം ആക്ച്വലി കൊച്ചിയിൽ തുടങ്ങാന്നുള്ളൊരു താല്പര്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. അപ്പം ഇതേപോലെ ഒരു പ്രോപ്പർട്ടി കണ്ടപ്പോൾ ഇതിലും ആപ്റ്റായിട്ടിന് ഇങ്ങനെ ഒരു തീമിന് ഇങ്ങനെ ഒരു സാധനം കിട്ടാനില്ലല്ലോ. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്. ഇവിടെ കയറി പിടിച്ചു. അതെ. എന്തായാലും ഭക്ഷണം മാത്രം പോരാ, സിനിമയിലും കൂടി അഭിനയിക്കണം. ഇപ്പൊ ഒരു പടം ചെയ്ത് ഡിസംബറിൽ റിലീസ് ആവും. ഏത് പടമായിരുന്നു? അത് ഖാലിദ് റഹ്മാൻ, ഗണപതി. അപ്പൊ എന്തായാലും ഗംഭീരമാവട്ടെ. ബാപ്പയെ പോലെ എല്ലാ രീതികത്തും സക്സസ് ഉണ്ടാവാനായിട്ട് കഴിയട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് വീണ്ടും നടക്കാം. നമ്മൾ എന്തെങ്കിലും പിന്നെ
ഒരു ഓർക്കസ്ട്രയോ അല്ലെങ്കിൽ പാട്ടുകൾ അതൊക്കെ ചെയ്യാറുണ്ട്. രാത്രി സമയത്തൊക്കെ ചില ദിവസങ്ങൾ പ്രത്യേക ദിവസങ്ങളിൽ എല്ലാവർക്കും കൂടി ഇരിക്കാം. ഇത് നല്ലൊരു രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ആ ട്രഡീഷൻ ഭയങ്കരമാണ് അതിൻ്റെ ഒരു അല്ലേ. ഇതാണ് പിന്നെ പുരാതനമായ പുരാവസ്തു ഗവേഷകരൊക്കെ വന്ന് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് മിനിസ്റ്ററൊക്കെ വന്ന് എന്തത് ഇത് വർഷങ്ങൾ മുമ്പുള്ള കല്ലാണിത്. ഇത് വാതിലിന്റെ ഒരു അടിപ്പടിയാണിത്. ഡോറിന് തിരിയാനുള്ള ഹോളാണ്. ഇത് ഇവിടെ ഉണ്ടായിരുന്ന ഇപ്പൊ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വന്ന് അവര് ഇവിടെ നിലനിർത്താൻ പറഞ്ഞിട്ടാണ് മ്യൂസിയത്തൊക്കെ അയാളെ കൊണ്ടുപോകും. ഇതൊക്കെ പിന്നെ നമ്മൾ റിനോവേറ്റ് ചെയ്തത് കുറച്ച് അല്ലേ. റിനോവേറ്റ് ചെയ്താണ്. വേറെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്ത് മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ അടിക്കുമ്പോഴേ സുഖമാണല്ലേ. ആ നൊസ്റ്റാൾജി ശരിക്കും ഫീൽ ചെയ്യും. അതെ. എന്തായാലും ബ്രില്യൻ്റ് ഐഡിയ കേട്ടോ. എന്തായാലും ഈ സിനിമ പോലെ വർക്കൗട്ട് പോലെ ഒക്കെ തന്നെ ഈ ഇതിൻ്റെ ഒരു മാത്രമല്ല നമ്മൾ എന്താ പറയുക, മനുഷ്യന് ഏറ്റവും ബന്ധങ്ങൾ ഉണ്ടാവാനുള്ള ഒരു വഴി നമ്മൾ ഭക്ഷണത്തിൽ കൂടെ നമ്മളൊരു ബന്ധം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അത് ഭയങ്കര ദൃഢമായതായിരിക്കും. അപ്പോൾ അത് നമ്മളിപ്പം കാശിന് കൊടുക്കുകയാണെങ്കിലും നമ്മൾ നല്ല ഭക്ഷണം കൊടുത്ത് ആൾക്കാർക്ക് തൃപ്തിയായിട്ട് കൊടുത്തിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കൂടി രണ്ടു കൂട്ടർക്കും, വരുന്ന ആൾക്കാർക്കും നമുക്കും. ഈ ആൾക്കാരൊക്കെ നമ്മളെ പരിചിതരാകുമ്പോൾ അത് വലിയൊരു കാര്യമല്ലേ. അത് നമ്മൾ ചില പ്രവൃത്തികളും ജോലിയും ബിസിനസ്സും ഒക്കെ നമ്മളെന്താ പറയുക, ബിസിനസ്സായി മാത്രം കാണാതെ അതൊരു സേവനം എന്നുള്ള കൂടി മൈൻഡിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ ഇതായിരിക്കും. അവിടെ പിന്നെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. രാജു ഒക്കെ രാജു വന്നിട്ടുണ്ട്. രാജു വന്ന് പുള്ളി തന്നെ ശരിക്കും നല്ലൊരു എന്താ പറയുക ഒരു പ്രൊമോ വീഡിയോ പുള്ളി തന്നെ പറഞ്ഞ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാരണം വേൾഡിൽ പല കൺട്രിയിലും പോയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ട്. പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണമെന്നൊക്കെ പറഞ്ഞു പുള്ളിയാണ്. അതുപോലെ ദിലീപ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ കഴിഞ്ഞ മാമുക്ക മരിക്കുന്നതിന് മുമ്പുള്ള നോയമ്പ് അത് ഞാൻ കണ്ടായിരുന്നു. മാമുക്കയൊക്കെ വന്നിട്ട് അത് ഭയങ്കര ഇപ്പോഴും പറയുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു വിഷമം തോന്നും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നൊരു വ്യക്തിയായിരുന്നു. മാമുക്ക അബുക്ക ഇഫ്താർക്ക എന്ന് പറഞ്ഞൊരു നല്ല പരിപാടിയാണ്. നമുക്ക് കുറച്ച് ക്ഷീണിതനായിരിക്കും സമയമായിരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് ഇത് ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നു. നമ്മുടെ വലിയ സുഹൃത്തായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കോഴിക്കോടിനെ പറ്റി കുറെ ചരിത്രങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ വന്നിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. റഹ്മാൻ സ്ഥിരം കസ്റ്റമറാണ് ആണല്ലേ. ഓ, ഞാൻ അതുപോലെ കൽപ്പറ്റ റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തത് ദേവേട്ടനും സ്പടികം ജോർജും കൂടിയാണ്. അന്നില്ലായിരുന്നു. അന്ന് ഞാനില്ല. ഞാന് മറ്റേ മര്യാദരാമന്റെ ഷൂട്ടായിട്ട് പഴനിയിലായിരുന്നു. അങ്ങനെ ദേവേട്ടനും പിന്നെ ജോർജേട്ടനും വന്നിട്ട് അവർ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഐശ്വര്യമുണ്ട്. ഒരു രക്ഷയില്ല. എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്നിപ്പം ദേവേട്ടൻ വരുന്നു ചേട്ടൻ ഫോണിൽ വിളിച്ചപ്പോൾ പറയുന്നത് വരുന്നുണ്ട്. ദേവേട്ടൻ വരുന്നുണ്ട്. നമുക്ക് പറ്റുമെങ്കിൽ അതിനെ കണ്ടേക്കാം. ഓ, വരും ഒരുമിച്ച് കഴിക്കാൻ പറ്റും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ നടൻ ദേവൻ. ഞാനിപ്പോൾ കോഴിക്കോട് അബു സലീമിൻ്റെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇതിൻ്റെ ആദ്യത്തെ തുടക്കം കൽപ്പറ്റയിലെ ഒരു റെസ്റ്റോറൻ്റായിരുന്നു, ഒരു നാടൻ റെസ്റ്റോറൻ്റായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ ഒരാളായിട്ട് എനിക്കും ഒരു ഭാഗ്യമുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉദ്ഘാടനത്തിന് വിളിച്ചിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല. എന്തായാലും വളരെ അപ്രതീക്ഷിതമായിട്ട് ഞാൻ വന്നതാണ്. വയനാട് നമ്മുടെ
ദുരന്തത്തിൻ്റെ ഒരു ആവശ്യം വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു, ഞാനിപ്പോൾ ആഹാരം കഴിച്ചു. എപ്പോഴും ഉള്ള പോലെ തന്നെ ഗംഭീരമായ ഒരു ബിരിയാണി, മട്ടൻ ബിരിയാണി ചെയ്തു. അതുപോലെ തന്നെ ചെമ്പല്ലിയുടെ ഒരു ഫിഷ് ആയിട്ടുണ്ടായിരുന്നു. വളരെ ടേസ്റ്റിയാണ്. അത് വേറെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഈ അബു സലീമിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വ്യത്യസ്തമായ ഒരു ടേസ്റ്റ് നമുക്ക് എപ്പോഴും കിട്ടും, നമുക്ക് സുഖമുണ്ടാവും. പിന്നെ അത് മാത്രമല്ല, അബു സലീമിൻ്റെ മകൻ്റെ പെരുമാറ്റ രീതി, അവൻ്റെ ആ സ്മാർട്ട്നെസ്, അവൻ്റെ ഒരു ചാം ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ആഹാരം കഴിക്കാൻ വേണ്ടി വരുന്ന സമയം ഈ സ്നേഹം കൂടി പൊതിഞ്ഞിട്ടാണ് അവൻ നമുക്ക് ആഹാരം തരുന്നത്. ആ സ്നേഹത്തിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങളും വരിക, എൻജോയ് ചെയ്യുക. ഇവിടെ ഭയങ്കര ക്രൗഡാണ്. ഇത് പെട്ടെന്ന് വന്നാൽ ചിലപ്പോൾ സീറ്റ് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ കുറച്ച് നേരത്തെ വന്നിരുന്നാൽ ഒരു 5-10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഭയങ്കരമായ ഒരു ക്രൗഡുള്ള സ്ഥലമുണ്ട്. അത് ഈ ക്രൗഡ് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.